നമസ്കാരം. ഇന്നലെ RSSന്റെ ചീഫായിട്ടുള്ള മോഹൻ ഭഗവത് ഒരു സ്പീച്ച് നടത്തി. ആ സ്പീച്ചിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരുപാട് ഹിന്ദു സംഘടനകളാണ് പല മോസ്കുകൾക്ക് മുകളിലും അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. അവർ വെറുതെ അങ്ങ് അവകാശവാദം ഉന്നയിക്കുമല്ല, ഡയറക്റ്റ് ആയിട്ട് കോടതിയെ പോയി സമീപിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് ആ മോസ്കുകൾക്കൊക്കെ അടിയിൽ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾ കിടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സർവേ നടത്തണം, എന്നിട്ട് ആ സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്നൊക്കെയുള്ള അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയുടെ അണ്ടറിൽ തന്നെ അതേപോലെയുള്ള നിരവധി കേസുകളാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അപ്പൊ അതിനെയൊക്കെയാണ് അദ്ദേഹം വിമർശിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ മറ്റു മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യനും ഹിന്ദുക്കളുടെ ലീഡർ ആവില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു ഹാർമണി ഉണ്ട്, ഒരു സാഹോദര്യമുണ്ട്, അതൊക്കെ തന്നെ അതേപോലെ തന്നെ നിലനിൽക്കണം. അങ്ങനെ നിലനിന്നെങ്കിൽ മാത്രമേ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ഒരു മാതൃകാ രാജ്യമായി മാറത്തുള്ളൂ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. ഈ യൂണിറ്റിയാണ് നമ്മുടെ രാജ്യത്തെ ഇതേപോലെ നിലനിർത്തുന്നത്. അപ്പോൾ ആ യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല, സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അദ്ദേഹവും ഇതേ കാര്യമാണ് പറയുന്നത്. ആ ഹാർമണി നമുക്ക് നിലനിർത്തണം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഉയർന്നു വരുന്ന ഡിസ്പ്യൂട്ടുകളൊന്നും തന്നെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, അതൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിലുള്ള ഡിസ്പ്യൂട്ടുകളെ ഒരു കാരണവശാലും RSS പ്രോത്സാഹിപ്പിക്കില്ല എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. നല്ല കാര്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഏതായാലും നമുക്കറിയാൻ സാധിച്ചത് ഹിന്ദു സേന പോലെയുള്ള ഒരുപാട് സംഘടനകൾ, ഹിന്ദു സംഘടനകളാണ് ഈ രീതിയിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അവകാശവാദം ഉയർന്നു വരുന്നത് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പം ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയർന്നു വരുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ ഹാർമണി അത് ഇല്ലാതെയാകും. 100% അത് ഉറപ്പാണ്. കാരണം ഇത്തരത്തിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിയുമ്പോൾ ആ സ്ഥലത്തുള്ള ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ആ പ്രശ്നം ഭാവിയിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കും. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിൽ വരെ അത് കലാശിക്കും. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചു വരുന്ന സംഘടനകൾ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നത് നല്ലതല്ല. അവർക്ക് വേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വഴക്കുകൾ ഉണ്ടാക്കുക, അതിനുശേഷം നമ്മുടെ രാജ്യത്തെ സമാധാനം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള വഴക്കുകളുടെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ തന്നെ സ്വയം ആലോചിക്കുക. ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ആ അനൗൺസ്മെന്റിൽ അവർ പറഞ്ഞത് ക്യാൻസറിന്റെ വാക്സിൻ കണ്ടെത്തി എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കവറിയാണ്. മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കവറി. ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങൾക്കൊക്കെ വാക്സിൻ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. റഷ്യ അതിൽ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഫ്രീ ആയിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് അത് എത്തിക്കുമെന്നാണ് റഷ്യ അനൗൺസ് ചെയ്തത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡിസ്കവറി. നമ്മുടെ നാട് ഇപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ഡിസ്കവറി ചെയ്യാറുണ്ടോ? ഇൻവെൻഷൻ നടത്താറുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ നെയ്ബറിംഗ് രാജ്യങ്ങളിലേക്ക് നോക്കുക, ചൈനയിലേക്ക് നോക്കുക. അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിക്കലി ബേസ്ഡ് ആയിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, എല്ലാ വിഷയങ്ങളിലും അവർ അഡ്വാൻസ്ഡ് ആകുകയാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അഡ്വാൻസ്മെന്റ് ആണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇന്ത്യയിലോ? ഇന്ത്യ അഡ്വാൻസ്ഡ് ആകുന്നത് ഈ കാര്യങ്ങളിലൊക്കെയാണ്. ഒരാവശ്യവുമില്ലാതെ, ബുദ്ധിയില്ലാതെ, വിവരമില്ലാതെ കുറെ എണ്ണങ്ങൾ ഈ രീതിയിൽ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പോപ്പുലേഷനിൽ നമ്പർ 1 ആണ്. ഈ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അവരുടെയൊക്കെ ആ ഒരു ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പല മേഖലകളിലും നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ രാജ്യം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും സമയം കണ്ടെത്താറുണ്ടോ? അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഫണ്ട് മാറ്റിവെക്കാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇതാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിങ്ങളെ കുറിച്ച് താറടിച്ച് കാണിക്കുക, അവരെ കുറിച്ചുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ പരത്തുക, അവർ നമുക്ക് ഏതാണ്ട് വലിയ ദുരന്തം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നുള്ളത്. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ ഈ രാജ്യത്തെ ഹിന്ദു രാജ്യമാക്കാൻ നോക്കുന്നതും തെറ്റല്ലേ? അവർ ചെയ്യാൻ പോകുന്നു എന്ന് അവകാശപ്പെടുന്ന അതേ പ്രവൃത്തി തന്നെ നിങ്ങൾ ചെയ്താലും അത് തെറ്റ് തന്നെയാണ്.
അപ്പൊ നമുക്ക് ആവശ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തോടു കൂടി കഴിയുക, ഒന്നിച്ച് മുന്നോട്ട് പോവുക. ഒന്നിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ രാജ്യം ഇതേപോലെ നിലനിൽക്കത്തുള്ളൂ. നമ്മളെ വിഭജിച്ച് രണ്ടാക്കിയ സമയത്ത് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ച അതേ കാര്യം തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത് ഇതാണ്, ഇവർ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിയും, ഈ രാജ്യം ഒരിക്കലും പുരോഗമനത്തിലേക്ക് എത്തത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയധികം വർഷങ്ങളായിട്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി കഴിയുവാണ്. എന്നാൽ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ചില ആൾക്കാർ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമുക്ക് വേണ്ടത് അമ്പലങ്ങളോ പള്ളികളോ ഒന്നുമല്ല. സയൻസിലായിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിലായിക്കോട്ടെ, അതിനകത്തൊക്കെ പുരോഗമനമാണ് നമുക്ക് ആവശ്യം. എല്ലാ ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പുരോഗമനവും നമുക്ക് ആവശ്യമാണ്. എങ്കിലേ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. പോപ്പുലേഷനിൽ മാത്രം നമ്പർ 1 ആയതുകൊണ്ട് കാര്യമില്ല. ഇത്രയധികം ജനങ്ങളെ തീറ്റി പോറ്റുണ്ടായോ? അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തണ്ടായോ? ഇപ്പൊ റഷ്യ ആ ഒരു കണ്ടുപിടുത്തത്തിലൂടെ വലിയ കാര്യങ്ങളാണ് നേടാൻ പോകുന്നത്. നമ്മളോ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കാനാണോ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ അതിനേക്കാട്ടിലൊക്കെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്. ആ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ രാജ്യത്ത് ജോലിയില്ല, ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും യങ്സ്റ്റേഴ്സ് ഇവിടെ നിൽക്കില്ല. അവർ മറ്റുള്ള രാജ്യത്തേക്ക് പലായനം ചെയ്തു പോകും, മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി അവർ ജോലി ചെയ്യും. ഇപ്പം എൻ്റെ ഗ്ലോബിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇന്ത്യക്കാരാണ്. പല മെയിൻ ആയിട്ടുള്ള കമ്പനികളുടെയും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത് ഇന്ത്യക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കേണ്ട മാൻ പവറും ബുദ്ധിയും ഇന്റലിജൻസും ഒക്കെ തന്നെ അവരെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ജീവിക്കാൻ സാഹചര്യമില്ല, പട്ടിണിയും പരിവട്ടവുമാണ്. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പുരോഗമനത്തിലേക്ക് എത്താൻ ഒരു സാഹചര്യവുമില്ല. റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പുരോഗമിക്കുന്നുണ്ട്, അവർക്ക് നല്ല പുരോഗമനമുണ്ട്. അവർക്ക് മാത്രമേ നമ്മുടെ രാജ്യത്ത് പുരോഗമനമുള്ളൂ. എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഹെൽത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, എഡ്യൂക്കേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും? അപ്പം നമുക്ക് ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുക. മതങ്ങളോ അല്ലെങ്കിൽ മതവിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺഫ്ലിക്റ്റോ ഒന്നുമല്ല നമുക്ക് ആവശ്യം. അമ്പലങ്ങളോ പള്ളികളോ ഒന്നുമല്ല നമുക്ക് ആവശ്യം. ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് മുന്നേറുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അതല്ലേ വേണ്ടേ? അതിനു വേണ്ടി പരിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇവിടെ വഴക്കും വയ്യാവേലിയും ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പുരോഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അപ്പൊ ഈ വിവരദോഷികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒന്ന് കണ്ണു തുറന്ന് നോക്ക്, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഈ കാണിക്കുന്ന ഈ ഒരു മാൻ പവറും എനർജിയും ഒക്കെ തന്നെ, ഈ വേസ്റ്റ് ചെയ്യുന്ന എനർജിയും ഒക്കെ തന്നെ അതിനു വേണ്ടിയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്നേ പുരോഗമനത്തിലെത്തിയേനെ.